ഈ ഫീഡ് കൊടുത്തു തുടങ്ങിയപ്പോ മിനിമം ഒരു മാസം ഒരു 15,000 രൂപ വ്യത്യാസമുണ്ട് സാമ്പത്തികത്തിന്. അതിന് മുന്നേക്ക് എത്ര രൂപ? മുന്നേ ഒരു 45,000 47,000 ഫീഡിന് മാത്രം വരാറുണ്ട്. മിൽക്കി കാറ്റ് ഫീഡിന്റെ ഫീഡ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ കണ്ടതാ, ഇതാണ് ഇതിപ്പോ എന്തോരം കൊടുക്കും? ഇത് 5 കിലോ ടോട്ടൽ കൊടുക്കണതിൽ 1 കിലോ ഇതും 1 കിലോ ബൂസ്റ്റർ തീറ്റയാണ്. ടോട്ടൽ 15 ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന പശുവിന് 60 രൂപയുടെ വ്യത്യാസം വരുന്നത്. പല്ലറ്റ് 30% 70% മിക്സഡ് ഫീഡും ഈ DDGS പിന്നെ പിണ്ണാക്കുമാണ്. നമ്മുടെ ഈ മിക്സഡ് ഫീഡാണ്. മിക്സഡ് ഫീഡാണ്. ഇത് തന്നെ നമ്മള് ബിയർ വേസ്റ്റ് ഇടാത്ത മിക്സഡ് ഫീഡാണ് നമ്മൾ ചെയ്യുന്നത്. 80% പെല്ലറ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാറ്റിൽ ഫീഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ എന്ന സ്ഥലത്ത് മിൽക്കി കാറ്റിൽ ഫീഡ് എന്ന കമ്പനിയിലാട്ടോ. ഇവിടെയാണെങ്കിൽ 15 തരത്തിലുള്ള തീറ്റകളുണ്ട്. ഈ തീറ്റകൾ നമ്മൾ പല ഫാമുകളിലും കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ട മിൽക്കി കാറ്റിൽ ഫീഡ് കൊടുക്കുന്ന ചേട്ടനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചേട്ടന്റെ പേര് മനോഹരൻ അല്ലെ? അപ്പൊ ചേട്ടൻ മിൽക്കി കാറ്റിൽ ഫീഡിന്റെ ഫീഡ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ കണ്ടതാ, ഇതാണ് ഇതിപ്പോ എന്തോരം കൊടുക്കും? ഇത് 5 കിലോ ടോട്ടൽ കൊടുക്കണതിൽ 1 കിലോ ഇതും 1 കിലോ ബൂസ്റ്റർ തീറ്റയാണ്. അതാണ്. അപ്പൊ ഇതാണ് ബൂസ്റ്റർ തീറ്റ എന്ന് പറയുന്നത്. അതാ ഇത് കണ്ടോ. ഓക്കെ, ഇത് കൊടുത്തിട്ടൊക്കെ നല്ല പശുവിന്റെ ആരോഗ്യം നല്ല അല്ലെ? ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്, പാൽ ഉൽപാദനം കൂടുതലുണ്ട്. ഇതേ പെല്ലറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ഇത് കൊടുക്കുമ്പോ? ഈ ഫീഡ് കൊടുക്കുമ്പോ ഇത്ര പെല്ലറ്റ് കുറയും. 5 കിലോ തീറ്റ ഒരു പശുവിന് ഒരു നേരം കൊടുക്കുകയാണെങ്കിൽ 3 കിലോനെ പെല്ലറ്റും ചോളത്തോടും വരുള്ളൂ. 2 കിലോ പെല്ലറ്റ് 1 കിലോ ചോളത്തോടും പിന്നെ 2 ഇത് 2. അപ്പൊ ഈ ഫീഡ് കൊടുത്തിട്ട് പശു തിന്നുന്നുണ്ട്. പശുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിന്നില്ല. പക്ഷെ ഇതാണ്ട നല്ല ആർത്തിയോടാണ് തിന്നുന്നത്. അപ്പൊ ഈ ഫീഡ് കൊടുത്തിട്ട് എത്രത്തോളം ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് ചേട്ടൻ? ടോട്ടൽ 15 ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന പശുവിന് 60 രൂപയുടെ വ്യത്യാസം വരുന്നത്. പെല്ലറ്റിനാണെങ്കിൽ 1400 രൂപയുടെ അവിടേക്ക് വരുന്നത്. 30 രൂപ വെച്ച് 30 രൂപയുടെ ശരാശരി ഏകദേശം 30 വരുന്നുണ്ട്. ഇതിപ്പോ 15 രൂപ അത്ര. ഇതിനിപ്പോ നമുക്ക് ഒരു 4 കിലോ രണ്ടും കൂടി കൊടുക്കുമ്പോ നമുക്കൊരു 60 രൂപ ലാഭാണ് ഒരു ദിവസം. മിൽക്കി കാറ്റിൽ ഫീഡ് കൊടുക്കുന്ന മറ്റൊരു കർഷകനെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ചേട്ടാ പേരെന്ന് പറയും? ഷിനോജ്. ഓക്കെ, അപ്പൊ ഈ മിൽക്കി കാറ്റിൽ ഫീഡ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് പശുക്കൾക്ക്? ചടവില്ല, പാലുണ്ട്. എത്രത്തോളം പാല് ഉൽപാദനം കൂടുതലുണ്ട്? പാലുൽപാദനം ഇപ്പൊ ഇവരൊക്കെ 10 ലിറ്ററിന്റെ മുകളിൽ കറക്കണ പശുക്കളാണ്. ഇപ്പൊ നമ്മളൊരു 12 കിലോ തീറ്റ കൊടുക്കണ്ടെങ്കിൽ അതിലൊരു 9 കിലോ തീറ്റ ഇപ്പൊ ഇതാണ് കൊടുക്കണം. ഇതാ ഒരു നേരം 3 കിലോ വെച്ച് 3 നേരം തീറ്റ കൊടുക്കും. 3 നേരം തീറ്റ കൊടുക്കും. അപ്പൊ പെല്ലറ്റ് കുറയ്ക്കാൻ സാധിക്കും. പെല്ലറ്റ് 30% 70% മിക്സഡ് ഫീഡും ഈ DDGS പിന്നെ പിണ്ണാക്കുമാണ്. അപ്പൊ എത്രത്തോളം ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്? അപ്പൊ ചെലവ് ഇപ്പൊ നമുക്കൊരു മാസത്തിലൊരു 45,000 രൂപ മുകളിൽ തീറ്റയ്ക്ക് വന്നിരുന്നത് ഇപ്പൊ ഒരു 30,000 രൂപ 31,000 രൂപ വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു മാസത്തിൽ ഇപ്പൊ ഞാൻ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഒരു 28 ചാക്ക് 30 ചാക്ക് മിക്സഡ് ഫീഡ് എടുക്കുന്നുണ്ട്. കൂടുതൽ മിക്സഡ് ഫീഡാണ്. അപ്പൊ ഈ തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു പാലുൽപാദനത്തിന്റെ? കൊടുക്കുന്നതിന് മുന്നേ പാലുൽപാദനം ഉണ്ടായിരുന്നു അത് അതുപോലെ തീറ്റ കൊടുത്തിരുന്നു. പാലുൽപാദനം ഉണ്ടായിരുന്നു, പാലുൽപാദനത്തിന് കുറവുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ തീറ്റ കൊടുത്തിരുന്നു. തീറ്റയ്ക്ക് ഭയങ്കര ചെലവായിരുന്നു. അപ്പൊ പൈസ കൂടുതലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു പാലിലെ കൊഴുപ്പൊക്കെ? പാല് കൊഴുപ്പ് കുറവായിരുന്നു. ഇപ്പൊ പാലിനൊക്കെ നല്ല കൊഴുപ്പ്. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു 15 വീട്ടില് പാല് കൊടുത്തിരുന്നു. ഞാൻ ഇപ്പൊ 82 വീട്ടില് പാല് കൊടുക്കുന്നു. അപ്പൊ എത്ര നാളായി അപ്പൊ ഈ ഫീഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ ഫീഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലത്തോളായി. 5 കൊല്ലമായി. അപ്പൊ ഈ DDS കൊടുത്തിട്ട് എങ്ങനെയാ? ഇത് ചോളത്തിന്റെ ആയിരിക്കും അല്ലേ? ഇത് പ്രോട്ടീനാണ്. പ്രോട്ടീനാണ്. ഒരു 10 ലിറ്റർ കിട്ടുന്ന പൈക്കളൊക്കെ ഒരു 11 ലിറ്റർ ആ റേഞ്ചിലേക്കുള്ള വ്യത്യാസമുണ്ട്. 1 ലിറ്റർ കൂടുതലുണ്ട്. 2 മാത്രമാണ് വലിയ കറവുകളുള്ളൂ. അവരൊക്കെ കറവുകളാണ്. അവരെന്നെ 5 ലിറ്റർ ഉള്ള ഒരു 5.5 6 ആ റേഞ്ചിൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് ഈ വീട്. ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ട് 4-5 കൊല്ലായി. കൊടുത്തു തുടങ്ങിയുള്ളൂ. ഈ മിൽക്കി സൈലേജ് എങ്ങനെയാ കൊടുത്തിട്ട്? സൈലേജ് പുല്ലരിയാനോ പുല്ലില്ലാത്തവർക്കോ നല്ല ഫീഡാണ്. കാരണം പുല്ലിന്റെ ആവശ്യമില്ല എന്നാണ് ശരിക്കും ഈ സൈലേജിന്റെ, ചോളം സൈലേജിന്റെ. അപ്പൊ ഇവിടെ പുല്ല് കൊടുക്കണില്ല? പുല്ലരിയുണ്ട് ഇവിടെ പറമ്പുകളിലുള്ള കുറച്ച് 3-5 ആളുകളുടെ പുല്ലാണ് കാണുന്നത്. ഓക്കെ, ഇതിപ്പോ മിൽക്കി സൈലേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിൽക്കി സൈലേജ്. അപ്പൊ ഈ ഫീഡുകളെല്ലാം 365 ദിവസം ചേട്ടന് കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ എടുത്തു തുടങ്ങിയ 5 കൊല്ലം തൊട്ട് ഇതുവരെ എനിക്ക് മുടക്കില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ രാവിലെ വിളിക്കുമ്പോ കിട്ടിയില്ല, തന്നെ ഉച്ചയാകുമ്പോഴേക്കും അവര് അതവിടെ വന്നിണ്ടാവും. ലോഡ് മിക്സ് ചെയ്ത് നമുക്ക് സാധനം പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ച്. അല്ല, ഞാൻ പോയി എടുക്കുക. ഇപ്പൊ നമ്മൾ കണ്ട തീറ്റയുടെ മിക്സ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം
ഈ മിൽക്കി കാറ്റിൽ ഫീഡിൽ എന്തൊക്കെ മിക്സ് ഉണ്ട് ചേട്ടാ? നമ്മുടെ അടുത്ത് ഒരു 10-15 ഐറ്റംസോളം ഉണ്ട് നമ്മുടെ അടുത്ത് തീറ്റകളായിട്ട്. ഈ മിൽക്കി കാറ്റിൽ ഫീഡിൽ മിൽക്കി കാറ്റിൽ ഫീഡ്സിൽ അതുപോലെ മിൽക്കി മിക്സ് ഉണ്ട്, പെല്ലറ്റ് മിക്സ് ഉണ്ട്, ബൂസ്റ്റർ മിക്സ് ഉണ്ട്, പിന്നെ ഗോട്ട് ഫീഡ് ഉണ്ട്, പിന്നെ അതുപോലെ കോൺ സൈലേജ് ഉണ്ട്. ഇതിരിക്കുന്നതൊക്കെ റോ മെറ്റീരിയൽ ആണ് നമ്മുടെ ഫീഡിലേക്കുള്ളത്. ഇത് ആടിനുള്ള തീറ്റയാണ് നമ്മുടെ. നമ്മള് പെട്ടെന്ന് സൈസ് വരാനുള്ള ഇപ്പൊ കൂടുതലായിട്ട് തമിഴ്നാട് ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് അത്. പെല്ലറ്റും എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കോപ്പി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് സൈസ് വരും. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പോണ ഐറ്റാണ്. ആട് കർഷകർക്ക് ഉപകരിക്കും അതെല്ലാം. ഇത് നമുക്ക് തവിട് ഇവിടെ തൊട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്ന റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അതായത് മിൽക്കി കാറ്റിൽ ഫീഡിൽ വരുന്ന റോ മെറ്റീരിയൽ ആണ്. ഇപ്പൊ പരുത്തിക്കുരു ഉണ്ട്, ഗോതമ്പ് തവിട്, വൈറ്റ് കപ്പ, പിന്നെ അതുപോലെ ഫൈബർ, ചോളത്തിന്റെ ഫൈബർ, പിന്നെ അതുപോലെ ബ്രൗൺ കപ്പ, പിന്നെ അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ ചോളത്തിന്റെ DDGS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. പിന്നെ അതുപോലെ ബ്രോക്കൺ മൈസ്, ചോളം, പിന്നെ അതുപോലെ റോസ്റ്റഡ് തവിട്, പിന്നെ അതുപോലെ ഉഴുന്ന തവിട്, പിന്നെ അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഫീഡ് കൊടുക്കുമ്പോ എത്രത്തോളം പെല്ലറ്റ് കുറയ്ക്കാൻ സാധിക്കും? പെല്ലറ്റ് കുറയ്ക്കാൻ നമുക്ക് ഏകദേശം ഒരു 40 to 60% നമുക്ക് പെല്ലറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഒരു പശുവിന് 5 കിലോ മാക്സ് കൊടുക്കുന്നത്, അതിലൊരു 2.5 കിലോ വരെ നമുക്ക് വെറ്റ് മിക്സിൽ തന്നെ കുറയ്ക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ നമുക്ക് അതിന് വേണ്ടിട്ട് കോൺസെൻട്രേറ്റ് ഫീഡ് ആയിട്ട് നമുക്ക് പെല്ലറ്റിന് പകരം കൊടുക്കാൻ പറ്റിയത് ബൂസ്റ്റർ മിക്സ് ഉണ്ട്, പെല്ലറ്റ് മിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ ചോളത്തിന്റെ DDGS എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ നമുക്ക് ചോളത്തിന്റെ DDGS എന്ന് പറയുമ്പോ ഈ ഐറ്റാണ് ചോളത്തിന്റെ DDGS ആയിട്ട് വരുന്നത്. നമുക്ക് 30 to 32% പ്രോട്ടീൻ ഉണ്ടാവും ആ ഫീഡില്. 40% പെല്ലറ്റ് കുറയ്ക്കാൻ പറ്റുന്ന തീറ്റ ഏതാണ്? അത് നമ്മുടെ ഈ മിക്സഡ് ഫീഡാണ്. മിക്സഡ് ഫീഡാണ്. ഇത് തന്നെ നമ്മള് ബിയർ വേസ്റ്റ് ഇടാത്ത മിക്സഡ് ഫീഡാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രൈ ഫീഡ് ആയിരിക്കും. ഇത് ചെറിയൊരു നനവുണ്ടാവും, പക്ഷെ നമ്മള് 25 ദിവസം വരെ ഇതിന്റെ ലൈഫ് പറയുന്നുണ്ട്. 25 ദിവസം അതിന്റെ ഉള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ മാറ്റി കൊടുക്കും. അതൊരു ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. അത് മാറ്റി എല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇത് വൈറ്റ് കപ്പ നമ്മള് വെയിറ്റ് നമ്മുടെ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഇന്നെടുത്താലും 5 കൊല്ലം കഴിഞ്ഞെടുത്താലും ഈ ഒരു റേഷ്യോ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള റേഷ്യോ തന്നെയാണ് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. കറക്റ്റ് ആ റേഷ്യോയില് നമ്മള് ബെഡ് ഇട്ട് ഓരോന്ന് ലെയർ ഇട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഇത് കൊടുക്കുമ്പോഴാണ് പാലുൽപാദനം കൂടുന്നത്. മിക്സഡ് വരുമ്പോ നമ്മുടെ പെല്ലറ്റിന്റെ അളവ് നമുക്ക് പകുതി വരെ എത്തിക്കാൻ പറ്റുന്നില്ല. അത് ഈ മിക്സഡ് കൊടുക്കുമ്പോഴാണ്. ഇത് 300 രൂപ തൊട്ട് 400 രൂപ വരെയാണ് ഇതിന്റെ റേറ്റ്. സീസൺ ഓഫ് സീസൺ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ റേറ്റ് വരും 300 രൂപ തൊട്ട് 400 രൂപ വരെ ഇതിന്റെ റേറ്റ് വരും തന്നെ. അപ്പൊ ഇത് നമുക്ക് 365 ദിവസവും നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ 7 രൂപ തൊട്ട് നമുക്ക് തീറ്റകളുണ്ട്. അതാണ് നമ്മുടെ സൈലേജ്. കോൺ സൈലേജ് ആണ്. കോണ് കട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സൈലേജ്. വെറുതെ ആ ഒരു ഇതിൽ മാത്രല്ല, ഇത് ഫെർമെന്റൈസ്ഡ് ആണ്. ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്യുവർ കോണാണ്. സൈലേജ് ആണ് പല ടൈപ്പിലുണ്ട്, പല പുല്ലിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കോണിന്റെ ആണ്, ചോളത്തിന്റെ ആണ് സൈലേജ്. ഇത് നമ്മളെ 365 ദിവസവും നമുക്ക് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റും. 7.5 എന്നുള്ള റേറ്റിന് നമുക്ക് കൊടുക്കാം. ഇത് റേറ്റ് കുറവില് കൊടുക്കുന്നവരുണ്ട്. അത് നല്ല മിക്സ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലില്ലേ ചോളം കിട്ടില്ലേ, ഈ ചോളം വരുന്നില്ലേ ഫ്രൂട്ട്സ് ആയിട്ടില്ല, ഈ ചോളം എടുത്തിട്ട് ഈ പുല്ല് മാത്രം ഉണ്ടാവും. ഈ പുല്ലും ഈ ചോളം ഉള്ള ഒരു തോട്ടം കൂട്ടിയിട്ട് അടിച്ചിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് പാക്ക് ചെയ്ത് തരും. അതൊക്കെ റേറ്റ് കുറവില് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളില് ക്വാളിറ്റി ക്വാളിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പിന്നെ ഇത് റേറ്റ് കുറവ് ലോഡായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സത്യമംഗലത്ത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അപ്പൊ ഇതിനും റേറ്റ് കുറവില് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വിടാൻ പറ്റും. ഇത് നമ്മുടെ ബൂസ്റ്റർ എന്നുള്ള ഫീഡാണ്. നമ്മുടെ പെല്ലറ്റിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീഡാണിത്. ഇത് 40 കിലോന്റെ ബാഗ്. ഇത് 800 രൂപ തന്നെയാണ് വരുന്നത്. ഇതില് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് പൗഡർ, നുറുക്ക് ചോളം, സോയ, ധാന്യപ്പൊടികള്, ഉഴുന്ന തവിട്, പിന്നെ DDGS ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് കൊടുക്കുമ്പോ ഗുണം വെച്ചാല് ഫാറ്റ് കൂടും. പാലിന് ഫാറ്റ് കൂടും, HNF കൂടും. ഇതെല്ലാം വ്യത്യാസം വരും. പിന്നെ അതുപോലെ പെല്ലറ്റിന്റെ അളവ് നമുക്കൊരു 80-90% എന്ന് വെച്ചാൽ 1 കിലോ വരെ ആക്കാം. 5 കിലോ കൊടുക്കുന്ന സ്ഥലത്ത് 1 കിലോ വരെ ആക്കിയെടുക്കാം. പ്രത്യേകതയാണിത്. ഇത് നമ്മുടെ പെല്ലറ്റ് മിക്സ്. ഇതില് പെല്ലറ്റ് ഉണ്ടാവും, 20% പ്രോട്ടീനുള്ള പെല്ലറ്റ്. പിന്നെ ധാന്യപ്പൊടികൾ ഉണ്ടാവും, ഉഴുന്നുണ്ടാവും, സോയ, തവിടുകൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ എത്ര കിലോ ആണ് ഇതെന്ന്? ഇത് 800 രൂപ വരുന്നതാ. 800. 40 കിലോന്റെ ബാഗാണ്. 40 കിലോ. പിന്നെ ഈ
ഫീഡാ? ഇത് നമ്മുടെ കോഴിക്ക് മുട്ടക്കോഴികൾക്ക് കൊടുക്കാനുള്ളതാ. ഓക്കെ ഓക്കെ. ഇത് ലെയർ മാഷിന്റെ പോലത്തെ ഒരു ഫീഡാണ്. ഫീഡാണ്. അതായത് ഇവിടെ ഉള്ളത് ആടിനുള്ള തീറ്റയുണ്ട്, പശുവിനുള്ള തീറ്റയുണ്ട്, പിന്നെ പോത്ത്, പിന്നെ കോഴി, അത്രയുള്ളത് തീറ്റ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇവിടെ? ഇതെല്ലാം നമ്മള് നമ്മുടെ കമ്പനിയിൽ ഇവിടെ മിൽക്കിയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മളാണ് പ്രൊഫഷണൽ. ഈ സൈലേജിന് നമുക്ക് സത്യമംഗലത്ത് അവിടെ ഒരു കമ്പനി ഉണ്ട്. അവിടെയാണ് ഫുൾ പ്രൊഡക്ഷൻ അവിടെ നടത്തിയിട്ടാണ് ഉണ്ടെന്നെ. ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ. നിബിൻ. ഓക്കെ. 3 യുവാക്കൾ കൂടിയാട്ടോ ഈ ഒരു കാറ്റൽ ഫീഡിന്റെ കമ്പനി നടത്തുന്നത്. അപ്പൊ അവരെ നമുക്കൊന്ന് കാണാട്ടോ. പേര് പറയാം. വിഷ്ണു. ഓക്കെ. നിബിൻ. ഓക്കെ. നിങ്ങൾ 3 പേരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാ? അങ്ങനെയല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ, നമ്മുടെ ഈ കാറ്റിൽ ഫീഡ് ഉള്ള ലൊക്കേഷൻ മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുണ്ടൂരിൽ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ വന്ന് പ്രോഡക്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൊടുക്കും. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട്. റീറ്റെയിലും ഹോൾസെയിലും റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവരും നേരിട്ട് വന്നിട്ട് കൂടുതലായിട്ട് വാങ്ങിക്കാൻ നോക്കുക. നമുക്കിപ്പോ കേരളത്തില് എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് എല്ലാ ജില്ലയിലും ഏജൻസീസ് ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഒരു ബാഗിനാണെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പശുക്കളുടെ തീറ്റ എടുത്ത് ഇങ്ങനെ കമ്പനി തുടങ്ങാൻ? നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഫാമാണ്. അത് നമ്മള് പിഗ് ഫാം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൽ കൂടെ നമ്മള് ഫീഡിലേക്ക് മാറി വന്നതാണ്. അങ്ങനെ കൊറോണ ടൈം കാരണം കൊണ്ട് നമ്മൾ ഫീഡിലേക്ക് വന്നതാണ്. ഫാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാം വാഴാനിയിലാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മിൽക്കി കാറ്റിൽ ഫീഡ് കൊടുക്കുന്ന 2 കർഷകരുടെ അനുഭവങ്ങളാണ്. അപ്പൊ മിൽക്കി കാറ്റിൽ ഫീഡ് ആവശ്യമുള്ളവരും ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.